ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു റവ ലഡു ആയാലോ? എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അല്ലേ? ബാ. അപ്പോൾ ഇതാദ്യമായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി നന്നായി ചൂടായി നമുക്ക് അതിലേക്ക് ഇതേപോലെ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നത് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചൂടായി അതായത് നമ്മൾ വറക്കണ പോലെ ആവരുത്, നന്നായിട്ട് ഒന്ന് ചൂടാവുക, അത്രയേ ഉള്ളൂ. ഇതാ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും നമുക്ക് റവയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ആ നെയ്യ് എത്തണം. അതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ചൂടായിട്ടുള്ള റവ നമുക്കൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് മാറ്റാം. കാരണം ആ ചട്ടിയിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും. അടിയിൽ വേറെ കളറ് മാറും, അപ്പോൾ ലഡുവിന് വേറെ കളറാവും. അപ്പോൾ നമ്മുടെ റവ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് പഞ്ചസാര പാനി വേണം കേട്ടോ. പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചസാര ഒരു ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര റവയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മധുരം നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ലൈനി നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ചിരകിയ തേങ്ങ വേണം. നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് കണ്ടോ, പഞ്ചസാര ലൈനി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. പാല് അത്ര തോനെയൊന്നും വേണ്ട കേട്ടോ. ഒരു 1/2 ഗ്ലാസ് പാല്, ഞാൻ എടുത്ത റവയ്ക്ക് ഒരു 1/2 ഗ്ലാസ് പാല് മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈനി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഈ പൊടിച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിച്ച് വെച്ച തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലായനി തേങ്ങ മിക്സിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം റവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് കട്ട പിടിക്കും. അപ്പോൾ രണ്ടും കൂടി ചെയ്താൽ ചിലപ്പോൾ റവ അതും ഉണ്ടാവില്ല, വീഡിയോയും കിട്ടില്ല. അപ്പോൾ രണ്ടും കൂടി കൊളാവും. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് ആ തിളച്ച പാലുണ്ടല്ലോ, തിളച്ച പാൽ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ റവയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ട പിടിക്കരുത്, നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതുപോലെ കയ്യിലേക്ക് നമുക്ക് നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ മിക്സിയിൽ നിന്ന് ചെറിയ ബോൾസാക്കി എടുക്കാം കേട്ടോ, ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കേട്ടോ, നമ്മൾ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം അല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ? അബി സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അബിക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അത് അപ്പോൾ ഒരെണ്ണടുത്ത് നമുക്ക് അബിയുടെ അടുത്ത് കൊടുക്കാം. അബി എങ്ങനെയുണ്ട് പറയാം. അപ്പോൾ അബിയുടെ മോൻ കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്. അബി എങ്ങനെയുണ്ട്? സൂപ്പർ. അബി വീണ്ടും കഴിക്കാൻ കേട്ടോ. കിട്ടിയ ചാൻസ് മുതലാക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.